കൊന്നമരം പോലെ, പക്ഷേ കൊന്നയല്ല കേട്ടോ. ഇവിടെ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ പൂക്കുന്ന ഒരു കൊന്ന പോലത്തെ ഒരു പൂവാണ്. പിന്നെ ദേ ഈ കാണുന്നതാണ് നമ്മളുടെ റോയൽ പോസ്റ്റ് ബോക്സ്. ഇതെല്ലാം മുക്കിലും മൂലയിലും ഉണ്ട്. പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ നടന്നു പോയ വഴിക്ക് കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തുവെന്നേ ഉള്ളൂ. പിന്നെ ഇതാ കഴിഞ്ഞ മാസം ദേ അവിടെ ഒരു പയ്യൻ എന്ത് പറ്റിയതെന്നറിയില്ല, മരിച്ചതാണ്. അവിടെ ഇവിടെ ഇങ്ങനെ മരിക്കുമ്പം ആ സ്ഥലത്ത് കുറേ പൂക്കളും അവരുടെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കുറേ നാളത്തേന് അതിങ്ങനെ ഇരിക്കും. ഇതുണ്ട്, ഞാൻ കാണിക്കാമേ. ഇത് കണ്ടോ, ചാർലി എന്ന് പറയുന്നൊരു പയ്യൻ. ഇതുണ്ട് അവിടെ അതിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഹലോ, അപ്പോൾ എല്ലാവർക്കും എന്തുകൊണ്ട് വിശേഷങ്ങൾ? കുറേ ദിവസമായി നമ്മൾ നേരെ കണ്ടിട്ടല്ലേ. ഞാൻ വീഡിയോ ഒന്നും ചെയ്യാനായിട്ടുള്ള സമയമൊന്നും ഇല്ലായിരുന്നു, കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. അതുകൊണ്ട് വീഡിയോസ് ഒന്നും പറ്റിയില്ല. ഞാൻ എല്ലാവരുടെയും വീഡിയോസൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ എല്ലാവരെയും കാണുന്നുണ്ട്. എല്ലാവരുടെയും ഒന്നും കമൻ്റ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. എന്നാലും കഴിവതും ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി എല്ലാവരുടെയും കണ്ടോളാം കേട്ടോ എന്നും പറഞ്ഞ് ആരുടെയും കാണാതിരിക്കത്തില്ല. മിക്കവാറും എല്ലാവരുടെയൊക്കെ കാണാം. പിന്നെ വേറെ എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും മഴയൊക്കെ കിട്ടി, എല്ലാവരും ഹാപ്പിയാണെന്ന് തോന്നുന്നല്ലോ. എല്ലാവരും ഓരോരുത്തരുടെ ഞാൻ വീഡിയോ കണ്ടില്ല, തംബ്നെയിലൊക്കെ കണ്ടു. നല്ല മഴയും ഇടിയും മിന്നലും ഒക്കെയാണെന്നതേ. എൻ്റെ മുന്നിൽ എന്നാ ഇരിക്കുന്നതെന്ന് നോക്കി. കണ്ടോ, ഇന്നത്തെ ലഞ്ചാണ്. കണ്ടോ, എന്താന്ന് പറയാമോ ഇത്? കണ്ടോ, ഒളിഞ്ഞ് ചിക്കൻ ഇരിക്കുന്നു. ചിക്കൻ ബിരിയാണി, നാരങ്ങ അച്ചാർ, തൈര്, പിന്നെ സ്പെഷ്യൽ ഒരു സാധനവും കൂടിയുണ്ട്. ഇത് അടപ്രഥമൻ. അയ്യോ സോറി അതാ ഫ്ലോറിലോട്ട് താഴോട്ട് പോയി. ഓക്കെ, അറിയാതെ അങ്ങോട്ട് ചരിച്ചതാ. കണ്ടോ, അടപ്രഥമൻ. ഞാനിങ്ങനെ ഈ സ്പൂണിനകത്ത് കോരി കാണിക്കാമേ. ഇത് കണ്ടോ, അടപ്രഥമൻ. ഇത് ഞാൻ ഉണ്ടാക്കിയതാണെന്നൊന്നും വിചാരിക്കണ്ട, ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്. ആരെങ്കിലും വരുന്നുണ്ടോ കഴിക്കാൻ? അപ്പോൾ എൻ്റെ മുഖം ഒന്ന് കാണിച്ചേക്കാം അല്ലേ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയത്തില്ലേ ആ മുഖം കാണിച്ചില്ല. എന്നാ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആർക്കൊക്കെ മഴ കിട്ടി? ആർക്കൊക്കെ മഴയും ഇടിയും മിന്നലും ഒക്കെ കിട്ടി? നാട്ടിലൊക്കെ മിക്കവാറും മഴയും ഇടിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയാണെങ്കിൽ ഇന്നലെ കുഴപ്പമില്ലായിരുന്നു. ഇന്ന് ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. നമ്മുടെ മരങ്ങളെല്ലാം വേണ്ട ഉണ്ടോ, ഞാൻ കാണിക്കാമേ. കണ്ടോ, മരങ്ങളൊക്കെ ഇലയെല്ലാം വെച്ച് തളർത്ത് നല്ല കാറ്റിലൊക്കെ ആടി ഇങ്ങനെ നിൽക്കുക. ദേ ആ പൂ കണ്ടോ, അതെന്താണെന്നറിയാവോ? ആപ്പിളിൻ്റെ പൂവാണ് കേട്ടോ, ആപ്പിള്. ഇനിയിപ്പോൾ അതിലെല്ലാം ആപ്പിളുണ്ടാകും നിറച്ച്. അപ്പം ഞാനത് കാണിക്കാവേ. കണ്ടോ, പിന്നെ ദേ ഈയിടെയെല്ലാം ആ പുല്ല് വെട്ടിയതാണ്, പക്ഷെ പെട്ടെന്ന് ആ പുല്ല് വീണ്ടും വെള്ളപ്പൂ നിൽക്കുന്നുണ്ടോ ആ തറയിൽ, ആ പുല്ലിനിടയ്ക്ക്. അതെന്താണെന്നറിയാവോ? അത് ഈ എന്താ ഡെയ്സി എന്ന് പറയുന്ന പൂവ്. അത് കണ്ടോ, മറ്റേ ഡാഫോഡിൽസും ട്യൂലിപ്സും ഒക്കെ അതെല്ലാം പൂവെല്ലാം വന്നിട്ട് അതെല്ലാം കൊഴിഞ്ഞു പോയി. കണ്ടോ, അതിനിടയ്ക്ക് ആ വട്ടത്തിലൊരു സിമെൻറ്റിൻ്റെ ഒരു ഇത് വെച്ചിരിക്കുന്നുണ്ടോ? അത് ഈ കിളികൾക്കൊക്കെ വെള്ളം വയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള സാധനമാണേ. അതിനകത്തെല്ലാം കിളികൾക്ക് വെള്ളം ഒഴിച്ച് വെച്ച് കൊടുക്കും, അപ്പോൾ അവർ വന്ന് കുടിക്കും. പിന്നെ ദേ ആ മരത്തിലൊക്കെ പൂവ് ഇനി ഉണ്ടാകാൻ പോവാ. ഉണ്ടോ,
തേങ്ങ നിൽക്കുന്ന മരം നിറയെ പൂവാകും ഇനി. സാധാരണ എല്ലാ മരങ്ങളിലും ആദ്യം പൂ ഉണ്ടായിട്ടാണ് പിന്നെ ഇല ഉണ്ടാകുന്നത്. പക്ഷേ ഈ മരത്തിൽ ഇല ഉണ്ടായി കഴിഞ്ഞിട്ടാണ് പൂ ഉണ്ടാകുന്നത്. ഉണ്ടോ? അപ്പോൾ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വേറെ എന്താ പറയാനായിട്ട്? ഒത്തിരി ദിവസമായല്ലോ ഞാൻ വീഡിയോയിൽ വന്നിട്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചുമ്മാ വെറുതെ ഒരു കുഞ്ഞു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പിന്നെ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എന്താ, അപ്പോൾ കണ്ടോ എൻ്റെ ബിരിയാണി മുന്നിൽ വെച്ചുകൊണ്ട് വിശന്നിരിക്കുക, വിശന്നിട്ട് വയ്യ. പിന്നെ ഞാൻ എൻ്റെ നെല്ലിക്ക വിനാഗിരി ഇട്ട് വെച്ചേക്കുക. ഉണ്ടോ? അത് ഇടയ്ക്കിടയ്ക്ക് ഓരോ പീസ് എടുത്ത് കഴിക്കും. പിന്നെ വേറെ എന്താണ്? പിന്നെ എൻ്റെ മീൻ കുഞ്ഞുങ്ങളെയൊക്കെ കാണിച്ചേക്കാം. ഉണ്ടോ? പിന്നെ വേണ്ട പതിവ് പോലെ റോഡ് കണ്ടോ. ഒരു സെക്കൻഡ് ഞാൻ ഈ കട്ടനൊന്ന് മാറ്റി വെച്ചോട്ടെ, അല്ലെങ്കിൽ വെട്ടമില്ല. കട്ടനൊന്ന് ശരിയാക്കി വയ്ക്കട്ടെ. ഓക്കെ. അപ്പോൾ ഒരുത്തനെ ഒരിക്കലും കാണാനില്ല. ഇന്നലെ ഞാൻ ഒന്ന് കണ്ടു. അവൻ്റെ കല്ലിനിടയ്ക്ക് എവിടെയോ ഇരിപ്പുണ്ട്. പക്ഷേ ഇന്നലെ ഞാനൊന്ന് കണ്ടേ, ഈ സൈഡിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന കണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇല്ല. ഇടയ്ക്ക് എവിടെയെങ്കിലും കയറി പതുങ്ങി ഇരിക്കുക. കണ്ട, അവനെ കാണത്തില്ല. ഒരു ദിവസം ഞാൻ കാണിക്കാം നിങ്ങളെ. അപ്പോൾ നിങ്ങളൊക്കെ സന്ധ്യയ്ക്ക് വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാണ് ചായയൊക്കെ കുടിച്ച് കാണും അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ ലഞ്ച് കഴിക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. കഴിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കയറി ഒന്ന് കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞു മടുത്ത്. ആരും പക്ഷേ വരുന്നില്ലല്ലോ കാണാനും. സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ തീരെയില്ല. എന്ത് പറയാനാ, എന്നോട് ആർക്കും ഒരു സ്നേഹവും ഇല്ലേ. അപ്പോൾ എല്ലാവരും വന്ന് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടേ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേ പ്ലീസ്. അപ്പോൾ ശരി, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ. ദേ പുല്ല് വെട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ദേ അവർ പുല്ല് വെട്ടാനായിട്ട് കണ്ട. വേറെ 2-3 പേരുണ്ടായിരുന്നു പുല്ല് വെട്ടാനായിട്ട്. ഇങ്ങനെ എന്താ 2-3 പേരുണ്ടായിരുന്നു, പക്ഷെ ഇന്നൊരാളേ ഉള്ളൂ. എന്താ
ഇപ്പോൾ പുല്ല് വെട്ടിയാലും ഇപ്പം വെട്ടിയാലും പെട്ടെന്ന് കിളുക്കും. പട്ടിയും കൊണ്ട് ഓരോരുത്തർ ഉണ്ടോ, വീൽ ചെയർ പട്ടിയായിട്ട്, വീൽ ചെയറല്ല. ഞാൻ വീഡിയോ എല്ലാം നിർത്തിയതാണ്, പക്ഷേ അപ്പോഴാണ് ഈ പുല്ല് വെട്ടുന്ന സൗണ്ട് കേട്ടത്. അപ്പം ഞാൻ അതോടെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. എൻ്റെ വീഡിയോ കാണുന്നവർക്ക്, എല്ലാം സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒത്തിരി നന്ദി കേട്ടോ. ഇതുണ്ടോ, വീൽ ചെയർ പട്ടിയായിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും കടകളിലൊക്കെ പോയിട്ട് വരുന്നത്. അപ്പോൾ പുല്ല് വെട്ടുന്നതും കണ്ടില്ലേ. ഓക്കെ, താങ്ക് യു. കണ്ടോ, ഇനി അവർ ആ വെട്ടിയിട്ട പുല്ലെല്ലാം ആ മെഷീൻ്റെ അകത്ത്, ആ വെട്ടിയിട്ട പുല്ലെല്ലാം ആ മെഷീൻ്റെ അകത്ത് അവർ ഇത് കണ്ടോ, ആ പുല്ലെല്ലാം അവർ ആ മെഷീൻ്റെ അകത്തേക്ക് എടുക്കും.